കൊല്ലം കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് അനുജ രാജേഷും സൂര്യഗായത്രിയും ചെയ്യുന്ന അനുജ, ഈ കുണ്ടറ എപ്പോഴും ഇടത് വലത് മുന്നണികൾ മാറിയും മറിഞ്ഞും വരുന്നൊരു ഇടമാണ്. അങ്ങനെ പ്രവചിക്കാൻ കഴിയാത്ത ഫലങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ഇടമാണ്. എങ്ങോട്ടാണ് കുണ്ടറയിലെ വോട്ടർമാരുടെ കാറ്റ്? അത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? എന്താണ് ട്രെൻഡ്? എന്താണ് വിശേഷം? ഗുഡ് ഈവനിങ്. ഞാൻ നിൽക്കുന്നത് കുണ്ടറയിൽ മുക്കട ജംഗ്ഷനിലാണ്. കൊല്ലം ജില്ലയിലാണ് എൻ്റെ പര്യടനം. അപ്പോൾ അത് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ഈ കുണ്ടറയും കരുനാഗപ്പള്ളിയുമാണ് കഴിഞ്ഞ തവണ UDF-ന് വിജയം നേടിക്കൊടുത്തത് 2 മണ്ഡലങ്ങളിൽ. ആ കുണ്ടറയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇത്തവണയും PC വിഷ്ണുനാഥ് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഈ 5 വർഷക്കാലം മണ്ഡലത്തിന്റെ നാഥനായി മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന അവകാശവാദം, മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചു സജീവമായി എന്ന് അദ്ദേഹം പറയുകയാണ്. SL സജികുമാർ എന്ന CPIM-ന്റെ നേതാവിനെ, അദ്ദേഹം പ്രാദേശികമായി അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള ആളാണ് എന്നതാണ് CPIM ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡായി കാണുന്നു. ഒപ്പം തന്നെ റോബിൻ രാധാകൃഷ്ണൻ എന്ന ബിഗ് ബോസ് താരം, അദ്ദേഹത്തെയാണ് BJP ഇവിടെ ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ശക്തമായൊരു മത്സരം. അതിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമോ CPIM-ന് എന്നുള്ളതാണ് അവർ നോക്കുന്നത്. കഴിഞ്ഞ തവണ അവർക്ക് വലിയ ഷോക്കായിരുന്നു. ജെ മേഴ്സിക്കുട്ടിയമ്മ എന്ന ഏക മന്ത്രി പരാജയപ്പെട്ടു പോയൊരു മണ്ഡലം കൂടിയായിരുന്നു. അത് അവർക്ക് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പോൾ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ CPIM മണ്ഡലം നിലനിർത്തും വലിയ ഭൂരിപക്ഷത്തിൽ എന്നതാണ് PC വിശ്വനാഥിന്റെ പ്രതീക്ഷ. അദ്ദേഹം കഴിഞ്ഞ തവണ 4000 ശിഷ്ടം വോട്ടിനാണ് അദ്ദേഹം ജെ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, ഈ കുണ്ടറയിൽ നിൽക്കുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒപ്പം എത്രയോ മന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പഴയ കേന്ദ്രമന്ത്രി A. റഹീം, കൂടാതെ ജെ മേഴ്സിക്കുട്ടിയമ്മ, MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നതൊക്കെ ഇവിടെ നിന്നാണ്. കടവൂർ ശിവദാസൻ, അങ്ങനെ മന്ത്രിമാരെയും ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ ഇത്തവണ എങ്ങനെയാകും, ആരാകും വിജയിക്കാൻ പോകുന്നത് എന്നതൊക്കെ ഉള്ളതാണ്. നമുക്കറിയാം, ഇതിൽ BJP-യെ സംബന്ധിച്ച് വോട്ട് വിഹിതം, നല്ല വോട്ട് വിഹിതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ 20,000-ലും 30,000-നും ഒക്കെ കൂടുതൽ മുകളിലേക്ക് വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ BJP കഴിഞ്ഞ തവണ BD ജെയ്സിന്റെ കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യുകയും അവരുടെ വോട്ട് ശതമാനം വളരെ കുറഞ്ഞു പോവുകയും ചെയ്ത ഒരു കണക്ക് 6000 ശിഷ്ടം എന്ന തരത്തിലേക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു വലിയ ചോദ്യം അവിടെ ഉയരുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ നമുക്കത് ഓർമ്മയുണ്ട്. ഏതായാലും PC വിശ്വനാഥ് അപ്പോൾ വിജയിച്ചത് 4000 ശിഷ്ടം വോട്ടുകൾക്കാണ്. അപ്പോൾ ഇക്കുറി എങ്ങനെയാണ് BJP-യുടെയൊക്കെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. റോബിൻ രാധാകൃഷ്ണൻ എന്ന സെലിബ്രിറ്റിക്ക് ഇവിടെ എന്ത് നേട്ടം കൊയ്യാൻ കഴിയുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണ് വിശദമായി തന്നെ കുണ്ടറയുടെ രാഷ്ട്രീയ ചിത്രം. അപ്പോൾ കുണ്ടറയിൽ നമ്മൾ കുറച്ച് വോട്ടർമാരോട് സംസാരിക്കാം തത്സമയം. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്കറിയാം, ഞാൻ ചോദിക്കുന്നില്ല കൂടുതൽ. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? നിങ്ങൾ തിരിച്ചു പിടിക്കുമോ? തിരിച്ചു പിടിക്കും. SL സജികുമാർ തിരിച്ചു പിടിക്കും. LDF അധികാരത്തിൽ വരും. SL സജികുമാർ തൊഴിലാളി വർഗ. PC വിശ്വനാഥ് എന്ന MLA നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? PC വിശ്വനാഥ് MLA ഈ മണ്ഡലത്തിലൊരു വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല. അടിസ്ഥാനപരമായ ഒരു മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ പണ്ട് LDF നടപ്പിലാക്കിയ തുടർച്ച ഒരു നയങ്ങളും അദ്ദേഹം നടപ്പിലാക്കിയിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ. കഴിഞ്ഞ 5 വർഷം LDF ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള വികസന പദ്ധതികളൊന്നും തന്നെ കുണ്ടറ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. ഈ വർഷം ഈ ട്രെയിനിൽ ഞങ്ങളത് തിരിച്ചു പിടിക്കും. അതാണ്, തിരിച്ചു പിടിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ജംഗ്ഷനിൽ വലിയൊരു റോഡ് ഷോ നടക്കുന്നുണ്ട് സുഹൈൽ. അത് CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോയാണ്. അപ്പോൾ ആ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജംഗ്ഷനിൽ ഇപ്പോൾ വലിയ തിരക്കാണ്, വലിയ ആവേശമാണ്. ഏതാണ്ട് ഒരു കൊട്ടിക്കലാശത്തിന്റെ മൂഡിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണോ? കുണ്ടറയിൽ വോട്ടുള്ളവരാണോ? എന്താണ് ഇത്തവണ ഇവിടെ PC വിശ്വനാഥ് നിലനിർത്തുമോ അതോ സജികുമാർ വരുമോ, റോബിൻ വരുമോ? രണ്ടൊന്നും പറയാൻ. എന്നാലും നിങ്ങളുടെ എന്താണ് കണക്കൂട്ടൽ? എങ്ങനെയാണ് കണക്കൂട്ടൽ? സജികുമാറായിരിക്കും, സജിയണ്ണനായിരിക്കും ജയിച്ചു വരുന്നത്. ശരി. അപ്പൊ തിരിച്ചു പിടിക്കുമോ മണ്ഡലം? ഒന്നും പറയാൻ. PC വിശ്വനാഥ് എങ്ങനെയാണ് MLA എന്നുള്ള രീതിയിൽ ഇവിടെ അറിയത്തില്ല. തുടർന്ന് പറയാനൊന്നും എനിക്കറിയത്തില്ല. സജികുമാറിനായിരിക്കുമോ എന്നൊരു സംശയം അല്ലേ? ഇവിടെയും ഉണ്ട് കുറച്ച് ചേച്ചിമാരൊക്കെ. നിങ്ങളൊക്കെ ഈ നാട്ടുകാരല്ലേ? ഞാൻ ഇവിടെ അല്ല. അപ്പൊ അതാണ്, നമുക്കിവിടെ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിക്കാം. നിങ്ങളൊക്കെ കുണ്ടറക്കാരാണോ? അതെ, ഇവിടെ വോട്ട് ചെയ്യുന്നവരല്ലേ? ഇവിടെ തന്നെ. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ 19 എന്ന് പറയുന്ന ബൂത്തിനോട് തൊട്ടടുത്താണ് കേരളപുരം. ഇവിടെ എന്താണ് ഇനി മാറ്റം വരണോ? കുണ്ടറയിൽ കുണ്ടറയ്ക്ക് മാറ്റം വരണമെന്ന് ചോദിച്ചാൽ
തിരുവിതാംകൂറിൻ്റെ വ്യവസായ നഗരം എന്നറിയപ്പെട്ടിരുന്നായിരുന്നു കുണ്ട്ര. ഒട്ടനവധി ഫാക്ടറികളും വ്യവസായങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന ഫാക്ടറി കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് ഈ വ്യവസായങ്ങളെല്ലാം തകർന്നടിഞ്ഞു. ഇവിടുത്തെ ഈ കശുവണ്ടി മേഖലയിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു വരട്ടെ. ഇപ്പം നമ്മളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കെല്ലും സെറാമിസുമാണ്. ബഹുമാനപ്പെട്ട ഇപ്പം ജയിച്ച MLA ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൽ നിന്നും പ്രാദേശിക വികസന ഫണ്ടും വെച്ച് ആ സ്ഥാപനങ്ങൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കുറേ ഓർഡറുകളും മറ്റു കാര്യങ്ങളും ചെയ്തത്. കശുവണ്ടി വ്യവസായത്തെ പറ്റി പറയുമ്പോൾ ഞാൻ കശുവണ്ടി തൊഴിലാളിയാണ്. കശുവണ്ടി വ്യവസായത്തെ പറ്റി പറയുമ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞ എന്താണ്? ഗവൺമെൻറ് പറഞ്ഞ കുറേയൊക്കെ പൂട്ടിപ്പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയുടെ കേരളപുരം എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കശുവണ്ടി ഫാക്ടറി ഉണ്ട്, മുന്താസിൻ്റെ കശുവണ്ടി ഫാക്ടറി. വേലങ്കോണം. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇത്തവണ ഒരു മാറ്റം വരണമോ? ഈ PC വിശ്വനാഥ് തുടരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിശ്വനാഥ് തുടരണം. കാര്യം ഞങ്ങൾക്ക് വേണ്ടി, കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി കേരള നിയമസഭയിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരേ ഒരു വ്യക്തി PC വിശ്വനാഥാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക പറയുന്നുണ്ട് 23% ശമ്പളം, ഓരോ ശമ്പളവും കശുവണ്ടി മേഖലയിൽ ഞങ്ങൾക്കൊന്നും ചെയ്തില്ല 10 വർഷത്തെ. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് 2 തവണ 5 വർഷത്തിൽ 2 തവണ കശുവണ്ടി തൊഴിലാളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു, 3 പെൻഷനും തൊഴിലാളികൾക്ക് നൽകി. അപ്പോൾ അതാണ് അദ്ദേഹം തുടരണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും PC വിശ്വനാഥ് വളരെ നല്ല മനുഷ്യനാണ്. ഏത് സാധാരണക്കാരൻ ഏത് സമയത്തും അദ്ദേഹത്തെ കാണാം. ഒരു പാർട്ടി സെക്രട്ടറിയുടെ കത്ത് വേണ്ട, ഒന്നും വേണ്ട. എപ്പോഴും ഈ കശുവണ്ടി മേഖല പൂട്ടിക്കാൻ പ്രധാന കാരണം ഈ CITU യൂണിയൻ്റെ കഴിവുകേടാണ്. തുടർന്നുകൊണ്ടിരുന്ന ഫാക്ടറി പോലും അടച്ചുപൂട്ടിയ അവസ്ഥയാണ്. അപ്പോൾ അതാണ് ഏതായാലും PC വിശ്വനാഥ് തുടരണമെന്ന് പറയുന്നത്. ഇതൊരു കുറച്ച് കുട്ടികളാണ്. നിങ്ങൾക്കൊക്കെ വോട്ടുള്ളവരാണോ? ഇതുവരെ വോട്ട് ചെയ്യാത്തവരാണല്ലേ? കുട്ടികളാണ്. അപ്പോൾ എങ്കിൽ പോലും രാഷ്ട്രീയമൊക്കെ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? ആർക്കാണ് ഇവിടെ ആരാ മത്സരിക്കുന്നതെന്നറിയോ? അതറിയില്ലേ? ആർക്കെങ്കിലും അറിയോ ഇവിടെ മത്സരിക്കുന്ന ആരാണ്? ആർക്കും അറിയില്ലേ? ഓ, അത് വളരെ കഷ്ടമാണ്, മോശം. ഇവിടെ ഉള്ളവരല്ല. ശരി, നിങ്ങൾ എവിടെയുള്ളവരാണ്? എവിടെയുള്ളവരാണ്? നെടുമ്പന എന്ന് പറയണ ഏത് മണ്ഡലത്തിലുള്ളതാണ്? കുണ്ടറ തന്നെയാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഉള്ളവർ തന്നെ കുണ്ടറ മണ്ഡലത്തിലുള്ളവരല്ലേ? അപ്പൊ മത്സരിക്കുന്നവർ ആരാണ്, സ്ഥാനാർത്ഥികൾ ആരാണെന്നൊന്നും അറിയില്ല. നിങ്ങൾ ഏതിന് കോഴ്സിന് പഠിക്കുന്ന കുട്ടികളാണ്? ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അത് ശരി, ഓക്കെ. അപ്പൊ എന്താണ് പറയാനുള്ളത്? ഇവിടെ PC വിശ്വനാഥ് മാത്രമേ ജയിക്കത്തുള്ളൂ. എന്താ കാരണം? എന്താ കാരണം എന്ന് വെച്ചാൽ PC വിശ്വനാഥ് നമ്മുടെ ഈ മണ്ഡലത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ പറയോ? അത് കണക്ക് കുണ്ട്ര എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ രംഗത്തായാലും കായിക രംഗത്തായാലും ഒരുപാട് ഇവിടെ കുടിവെള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ എന്താ പരിഹാരം? പഞ്ചായത്തുകളിൽ നിന്ന് അതായത് വാർഡുകളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ കാണുന്നില്ല. അങ്ങോട്ടുള്ള പഞ്ചായത്തുകളിലേ ഉള്ളൂ. ഇത് ഞാൻ എളമ്പള്ളൂർ പഞ്ചായത്തുകാരിയാണ്. പക്ഷേ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പോൾ അദ്ദേഹം ജയിക്കണം എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷകൾ, പ്രതികരണങ്ങൾ എന്താണ്? LDF വരും, സർക്കാർ തുടരും. അതായത് തിരിച്ചു പിടിക്കും ഈ മണ്ഡലം. സംശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷം ജനങ്ങൾ അത് അനുഭവിച്ച് ഒരു കഴിഞ്ഞ തവണ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണോ? അങ്ങനെയല്ല, അത് ഒരു അബദ്ധം പറ്റിയതാണ് ജനങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ വലിയൊരു നേതാവ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ വന്ന കക്ഷി, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണം എന്തെങ്കിലുമൊക്കെ നാടിന് വേണ്ടി ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. അല്ല, അപ്പം എൻ്റെ സംശയം, അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു അവകാശവാദം അദ്ദേഹം പറയുന്നുണ്ട്. മണ്ഡലത്തിൽ ഇല്ലാത്തത് പണ്ട് ഇപ്പോൾ ചെങ്ങന്നൂരിൽ വെച്ചൊക്കെ അദ്ദേഹത്തിനെതിരെ കേട്ടത് ആ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത MLA എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അദ്ദേഹം സജീവമായിരുന്നു എന്നാണല്ലോ പറയുന്നത്. മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എവിടെ മരണമുണ്ടോ, അതിനനുബന്ധമായിട്ടുള്ള ഫംഗ്ഷനുണ്ടോ, അതിനെല്ലാം ആൾറെഡി ഉണ്ട്. പക്ഷേ ഇവിടെ വികസനം, ഇവിടെ നേരത്തെ മന്ത്രിയായിട്ടിരുന്ന സഹാവ് മേഴ്സിക്കുട്ടിയമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. അതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കണ്ടിന്യൂ ചെയ്തിട്ടുമില്ല, ഫോളോ ചെയ്തു. ശരി. അപ്പൊ നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണല്ലോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനിയിപ്പോ 2 ദിവസമൊക്കെ ഉള്ളൂ ബാക്കി. എന്താണ് പറയാനുള്ളത് ചോദിച്ചാൽ, കുണ്ടറ മണ്ഡലത്തിലെ 5 വർഷം ഒരുപാട് പുറകോട്ടടിപ്പിച്ചൊരു കാലഘട്ടമാണ് കടന്നത്. കാരണം MLAയുടെ ഭാഗത്തുനിന്ന് യാതൊരു വികസനങ്ങളും കുണ്ടറ മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല. മന്ത്രിയായിട്ടിരുന്ന സഹാവ് മേഴ്സിക്കുട്ടിയമ്മ കൊണ്ടുവന്ന ഒരു പ്രവർത്തനങ്ങൾ പോലും പൂർത്തീകരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മുടങ്ങിപ്പോയത് ഇനി തുടരണം. ഈ നാട് ഈ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കാരണം 5 വർഷം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി. തിരിച്ചു പിടിക്കണം. കുണ്ടറ മണ്ഡലത്തിൻ്റെ വികസനം, പിന്നെ മേഴ്സിക്കുട്ടിയമ്മ കൊണ്ടുവന്ന വികസനം തുടരണമെങ്കിൽ വീണ്ടും LDF വരണം.
പി സി വിഷ്ണുനാഥൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നാണോ? ഒന്നും ചെയ്തിട്ടില്ല. 5 വർഷം വെറുതെ കല്യാണം, പാലുകാച്ച്, പൊങ്കാല ഇതിന് മാത്രമായി നടന്ന ഒരു MLA ആയി മാറിക്കഴിഞ്ഞു. കാരണം നാടിനൊരു വികസനവും ഈ ജനങ്ങൾക്ക് യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. ആ നഷ്ടം ഞങ്ങൾക്ക് നികത്തി കുണ്ട്രയെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഞങ്ങൾക്ക് കുണ്ട്രയെ പഴയ വികസനത്തിലേക്ക് തിരിച്ചെത്തിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് നിങ്ങളിപ്പോ പറയുന്നത്. അപ്പൊ ഈ കടയിലുള്ളവരൊക്കെ, ചേച്ചി ഈ നാട്ടുകാരിയാണോ? അല്ല, ആ ചേച്ചിയോ? ആ, അപ്പൊ എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴേ എന്താണ് പറയാനുള്ളത്? LDF ജയിക്കണം. കാരണം ഈ കുണ്ട്രയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് LDF-നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ട് അവരെ കൊണ്ടേ ഉള്ളൂ. അല്ല, കോൺഗ്രസ്സുകാരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പൊ കഴിഞ്ഞ 5 വർഷം എങ്ങനെയായിരുന്നു ഈ മണ്ഡലം? വർഷമൊന്നല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇത്ര 10-30 വർഷം കൊണ്ട് ഇവിടെ ഇരിക്കും. 35 വർഷം കൊണ്ട് ഞങ്ങൾക്ക് അവരെ കൊണ്ടേ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എന്താവശ്യത്തിന് എന്ന് വിളിച്ചാലും ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു അവരേ ഉള്ളൂ. ഇത്രയും മതിയല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ഈ മണ്ഡലത്തിലുള്ള ആള് തന്നെയല്ലേ? അതെ, 100% ഉറപ്പാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി തന്നെ വിജയിക്കും. റോബിൻ രാധാകൃഷ്ണൻ തന്നെ ആയിരിക്കും വിജയിക്കുന്നത്. അത് ശരി, റോബിൻ വിജയിക്കുന്നുള്ളതാണ് അല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ BJP-യുടെ വോട്ട് കണ്ടമാനം കുറഞ്ഞു പോയി എന്നുള്ളൊരു ആരോപണം, 30,000-ന് മുകളിലേക്കൊക്കെ പോയ വോട്ട് ഉണ്ടായിരുന്നത് മുൻപ് 6,000-ആയി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കാം? അതെ, നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഷെയറുകൾ നോക്കുന്ന സമയത്ത് 33,000 വോട്ട് BJP-ക്ക് ഈ കുണ്ട്ര നിയോജക മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 100% ഉറപ്പാണ് ഈ രണ്ട് മുന്നണികളും കുണ്ട്ര നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് യാതൊരു സമഗ്രമായിട്ടുള്ള വികസന പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു ബോധം ഈ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട്. മണ്ഡലം കുണ്ട്ര തിരിച്ചുപിടിക്കാൻ LDF-ഉം തുടരാൻ UDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. സമ്മിശ്ര പ്രതികരണമാണ് നമ്മൾ ഈ പറഞ്ഞ വോട്ടർമാരിൽ നിന്ന് കേട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.